ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പുതിയ നയനിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഭീകരതയ്ക്കെതിരെ പോരാടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈ ഭീകരാക്രമണം രാജ്യം ഒരിക്കലും മറക്കില്ലെന്നും പ്രധാനമന്ത്രി. അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയ്ക്ക് ബാഷ്പാഞ്ജലി അർപ്പിച്ച് ലോകം. സംസ്ഥാനത്ത് ഇന്ന് 5378 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 27 മരണവും 5970 പേർക്ക് രോഗമുക്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 11 ദിവസം. സംസ്ഥാനത്ത് പ്രചാരണം പുരോഗമിക്കുന്നു. പാലാരിവട്ടം അഴിമതി കേസിൽ വി.കെ. ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി. വാർത്തകൾ വിശദമായി. പുതിയ നയനിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഭീകരതയ്ക്കെതിരെ പോരാടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ കെവാഡിയയിൽ 80ാമത് ഓൾ ഇന്ത്യ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസിന്റെ വിർച്വൽ രീതിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് ഒട്ടേറെ സവിശേഷതകൾ ഉണ്ടെങ്കിലും കടമകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. അവകാശങ്ങളും കടമകളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെങ്കിലും നമ്മുടെ കടമകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവകാശങ്ങൾ സ്വയം സംരക്ഷിക്കപ്പെടുമെന്ന ഗാന്ധിജിയുടെ വാക്കുകളും അദ്ദേഹം അനുസ്മരിച്ചു. പല പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ശക്തി നൽകുന്നത് നമ്മുടെ ഭരണഘടനയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നവംബർ 26-ലെ മുംബൈ ഭീകരാക്രമണം സൃഷ്ടിച്ച മുറിവുകൾ ഒരിക്കലും മറക്കാവുന്നതല്ല. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഫുട്ബോൾ മൈതാനങ്ങളിൽ ആസ്വാദകരെ പന്തടക്കം കൊണ്ട് ത്രസിപ്പിച്ച വിസ്മയതാരം ഡീഗോ മറഡോണയ്ക്ക് ലോകത്തിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വച്ച അർജന്റീനയിലെ കാസ റൊസാദയിൽ ഇന്ന് പതിനായിരങ്ങളാണ് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത്. അർജന്റീന പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രമാണ് തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലെ കാസ റൊസാദ. 1986-ൽ ലോകകപ്പ് നേടി അർജന്റീനയിൽ തിരിച്ചെത്തിയ മറഡോണയും ടീമംഗങ്ങളും ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് കാസ റൊസാദയുടെ ബാൽക്കണിയിൽ വച്ചായിരുന്നു. അർജന്റീനയിൽ രാജ്യത്ത് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 5378 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. 719 പേർക്ക് രോഗം സ്ഥിരീകരിച്ച മലപ്പുറത്താണ് ഇന്ന് കൂടുതൽ രോഗികളുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 55,996 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.60 27 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2148 ചികിത്സയിലായിരുന്ന 5970 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 64,486 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. ഇന്ന് 5 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചു. 6 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ 545 ഹോട്ട്സ്പോട്ടുകളായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോവിഡ് ടെലി ഐസിയു സേവനം നാളെ മുതൽ ലഭ്യമാകും. കോവിഡ് ഐസിയുകളെ ബന്ധിപ്പിക്കുന്ന ഐസിയു ഗ്രിഡ് കോവിഡ്-19 ജാഗ്രതാ പോർട്ടലിൽ പ്രവർത്തന സജ്ജമായി. പല സംസ്ഥാനങ്ങളിലുമുള്ള ഐസിയുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയ കമാൻഡ് റൂമുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗി മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് പോലീസ്. അന്വേഷണ സംഘം പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചു. മരണം സംഭവിച്ചത് ഓക്സിജൻ കിട്ടാതെയാണെന്ന വാദം തെറ്റെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93.66% തുടരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 36,367 പേർ കൂടി സുഖം പ്രാപിച്ചതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 86 ലക്ഷം പിന്നിട്ടു. മരണം 1,35,000 കടന്നു. ദേശീയ തലത്തിൽ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് കേരളത്തിൽ തുടരുന്നു. BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ പങ്കെടുക്കുന്ന പണിമുടക്ക് ഇന്ന് രാത്രി 12 മണിവരെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഓഫീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യം ഇന്ന് 71ാമത് ഭരണഘടനാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. 1949 നവംബർ 26-ന് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. പൌരന്മാർക്കിടയിൽ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് ലക്ഷ്യമിട്ട് 2015 മുതലാണ് രാഷ്ട്രം ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നത്. കേരളത്തിലും ഭരണഘടനാ ദിനം സമുചിതമായി ആചരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇനി 11 ദിവസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് പ്രചാരണം പുരോഗമിക്കുന്നു. 75,000-ഓളം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. സ്ഥാനാർത്ഥികളുടെ ഭവന സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടവും പൂർത്തിയായി. പ്രചാരണ യോഗങ്ങളും സജീവമാണ്. സ്ഥാനാർത്ഥികളും പാർട്ടികളും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം, സ്വീകരണം, വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ എന്നിവ നിശ്ചയിച്ചു. കോഴിക്കോട് കോർപ്പറേഷന്റെ കൌണ്ടിംഗ് സെന്ററും ഡിസ്ട്രിബ്യൂഷൻ ആന്റ് റിസപ്ഷൻ സെന്ററും നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ റിമാൻഡിലുള്ള മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി. ഇബ്രാഹിം കുഞ്ഞിനെ ആശുപത്രിയിൽ വച്ച് നിബന്ധനകളോടെ വിജിലൻസിന് ചോദ്യം ചെയ്യാം. ഒരു ദിവസം മാത്രം ചോദ്യം ചെയ്യാനാണ് അനുവാദം. എന്നാൽ മുൻ മന്ത്രിയുടെ ചികിത്സ തടസ്സപ്പെടുത്തുന്ന വിധത്തിലായിരിക്കരുത് ചോദ്യം ചെയ്യൽ നടപടികൾ. നവംബർ 30-നാണ് ചോദ്യം ചെയ്യാൻ കോടതി അനുവദിച്ചിട്ടുള്ള ദിവസം. അഴിമതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലായ പാലാരിവട്ടം പാലം പൊളിച്ചു നീക്കുന്ന ജോലികൾ നാളത്തോടെ പൂർത്തിയാകും. പൊളിച്ചു നീക്കിയ സ്പാനുകളും ഗട്ടറുകളും മുട്ടം യാർഡിലേക്ക് മാറ്റി. പൊളിക്കുന്നതിന് സമാന്തരമായി നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂട്ടർ നിയമനത്തിൽ സർക്കാർ നിലപാട് അറിയിക്കാൻ വിചാരണ കോടതി നിർദ്ദേശം നൽകി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് നിർദ്ദേശം നൽകിയത്. കേസ് ഡിസംബർ 2-ന് വീണ്ടും പരിഗണിക്കും. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി പുനരാരംഭിക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ് നൽകി. അനിൽ അക്കര എംഎൽഎ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി യൂണിടാക്കിന് നോട്ടീസ് നൽകിയത്. ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. പ്രശസ്തമായ വൈക്കത്തഷ്ടമി ഉത്സവത്തിന് നാളെ കൊടിയേറും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർശനമായ നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണ അഷ്ടമി ഉത്സവം നടക്കുക. ആകാശവാണി പ്രതിനിധി ടോം മാത്യു നൽകുന്ന റിപ്പോർട്ട്. രാവിലെ 6:30-നും 7:40-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി അഷ്ടമി ഉത്സവത്തിന് കൊടിയേറ്റും. കൊടിയേറ്റ് മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ദർശനം അനുവദിക്കൂ എന്ന് ദേവസ്വം അധികാരികൾ അറിയിച്ചു. മണിക്കൂറിൽ 1,200 പേർക്ക് എന്ന കണക്കിൽ 3,600 പേർക്കാണ് ഒരു ദിവസം ദർശനം അനുവദിക്കുക. ഉത്സവത്തിന് ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തനിമ വിടാതെ നടത്തും. ഡിസംബർ 8-ന് പുലർച്ചെ 4:30-ക്കാണ് പ്രശസ്തമായ അഷ്ടമി ദർശനം. അഷ്ടമി ദർശനത്തിന് 3-ാം തീയതി മുതൽ മുൻകൂറായി ബുക്ക് ചെയ്യാം. കെ-റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കകളും സംശയങ്ങളും ദൂരീകരിക്കുന്നതിനായി അടിയന്തരമായി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതുവരെ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവയ്ക്കണമെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ അവസാനിച്ചു. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 128 പോയിന്റ് ഉയർന്ന് 12,987-ലും ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 431 പോയിന്റ് നേട്ടത്തിൽ 44,259-ലുമാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 36,480 രൂപയും ഗ്രാമിന് 4,560 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യൻ അമ്പെയ്ത്ത് അസോസിയേഷന് ദേശീയ കായിക ഫെഡറേഷൻ എന്ന ഗവൺമെന്റ് അംഗീകാരം തിരിച്ചു നൽകി യുവജനകാര്യ കായിക മന്ത്രാലയം. രാജ്യത്തെ അമ്പെയ്ത്ത് മത്സരങ്ങളുടെ പ്രോത്സാഹനവും നിയന്ത്രണവും ലക്ഷ്യമിട്ടാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. പുതിയ നയനിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഭീകരതയ്ക്കെതിരെ പോരാടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈ ഭീകരാക്രമണം രാജ്യം ഒരിക്കലും മറക്കില്ലെന്നും പ്രധാനമന്ത്രി. അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയ്ക്ക് ബാഷ്പാഞ്ജലി അർപ്പിച്ച് ലോകം. സംസ്ഥാനത്ത് ഇന്ന് 5,378 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 27 മരണവും 5,970 പേർക്ക് രോഗമുക്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 11 ദിവസം. സംസ്ഥാനത്ത് പ്രചാരണം പുരോഗമിക്കുന്നു. പാലാരിവട്ടം അഴിമതി കേസിൽ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.